മനുഷ്യനെ അവതരിച്ച ദൈവപുത്രൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന ഈ നോമ്പ് കാലത്ത് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വചനഭാഗങ്ങളാണ്. 38-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ അവിടുന്ന് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളോടും ഒരുപക്ഷെ അവർ നമ്മളെ വേദനിപ്പിച്ചവരാവാം, അവർ നമ്മളെ പരിഹസിച്ചവരാവാം. അവരോട് കരുണ കാണിക്കുവാൻ, അവർക്ക് നന്മ ചെയ്യുവാൻ, അവരെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു ഇടപെടലിന് കാരണമായ നമുക്കിടയാകട്ടെ. ഈ വലിയ കൃപയ്ക്കായി നമുക്ക് ഈ നോമ്പുകാലം പ്രാർത്ഥിക്കാം. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ, കാരുണ്യം കാണിക്കുവാൻ, അവരെ ദൈവസന്നിധിയിൽ ചേർക്കുവാൻ നാം ഒരു നിമിത്തമായാൽ ഈ നോമ്പുകാലം ഫലദായകമാകും. വീണ്ടും 43-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനുള്ള ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കുരിശുമരണം. കുരിശിൽ കിടത്തി കൈകാലുകൾ കുരിശോട് ചേർത്ത് തറച്ചവരോട് അവിടുന്ന് കോപിക്കുന്നില്ല, മറിച്ച് അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നമുക്കും എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും സാധിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.